ചേച്ചി പറയും ഇവിടെ ഞാൻ ഒരുവിധ ഏരിയാസിലൊക്കെ ഞാൻ TV കണ്ടു, അതെന്തുകൊണ്ടാ? അല്ല, വേറെ ഒരു സ്ഥലത്തെ ടിവിയിൽ എനിക്കൊരു പങ്കുമില്ല. പക്ഷെ ഇവിടുത്തെ TV ഞാൻ വെച്ചേക്കുന്നത്, അതായത് ഞാൻ കുക്ക് ചെയ്യണ സമയത്ത് മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഇവിടെ അടുക്കളക്കകത്ത്. അപ്പൊ നമുക്ക് ആരെങ്കിലൊക്കെ ഉണ്ട് എന്നൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിട്ട് അവിടെ TV ഞാൻ ഓണാക്കി വയ്ക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എനിക്ക് അറിയാം എന്ത് സിനിമ കണ്ടതെന്ന്. നല്ല റൊമാൻറ്റിക് സിനിമയിൽ നല്ല അടിപൊളി ഭക്ഷണം, ഒരു ജാതി ഭക്ഷണം, ജാതി കിട്ടിയ സിനിമ ആയിരിക്കും. നീ കരയണ സിനിമയാണെങ്കിൽ ദയനീയമായിരിക്കും ഭക്ഷണം. എനിക്ക് മൂഡ്സ് മനസ്സിലാക്കാൻ കഴിയല്ലേ? ഓക്കെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നമ്മുടെ നിത ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു. അതാണ് അടിയില് അതെന്താ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നിലമൊക്കെ ക്ലീനിങ് ചെയ്യുന്ന. അപ്പൊ നമ്മുടെ കിച്ചന്റെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ ഒരു വലിയൊരു അലമാര ഞാൻ കണ്ടു. തുറക്കാം അല്ലേ? വേണ്ട അല്ലേ? എന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒന്നും കാണാമല്ലോ, ഒരു നാളികേരത്തിന്റെ ഒരു നാരങ്ങയുടെ പിരിഞ്ഞ തൊണ്ട്. ഇതെന്താണ് ഫ്രിഡ്ജ് നിറയെ സാധനങ്ങള്? സോറി ഇവര് കേരളത്തിലല്ല സാർ ജീവിക്കുന്നത്. ഇങ്ങനെ നിറഞ്ഞൊരു ഫ്രിഡ്ജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വണ്ടി ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ. അതാണ് ആ വണ്ടിക്ക് ഈ വണ്ടി ഫസ്റ്റ് ഓണർ ഇത് നമ്മുടെ ലാലേട്ടനാണ് കേട്ടോ, മോഹൻലാൽ. അതിനുശേഷം എനിക്ക് ആനച്ചേണ്ടായിരുന്ന, അതിനുശേഷം ഇപ്പൊ റോണിത് പ്രോമി. ഓ, ഇതാണ് മറ്റേ ക്രിസ്ത്യൻ ബ്രദേഴ്സിലൊക്കെ കാണുന്നത് വണ്ടി. ഒരുപാട് സിനിമയിലുണ്ട് ഈ വണ്ടി. ഈ വണ്ടിക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ലാലേട്ടന്റെ വണ്ടി ആയിരുന്നു. ഇതാണ് ഇപ്പൊ ഇവര് ഓൺ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് ലാലേട്ടന്റെ വണ്ടിയാ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ലാലേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, പ്രോമി മോനെ നീ ആ വണ്ടി എടുത്തോളൂ എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പുള്ളി വിളിച്ചില്ല. അല്ല, ഇത് എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഇവനാണ് അതിന്റെ ക്രൈസ് പറയും. ആക്ച്വലി നമ്മുടെ സിനിമയിലും ഇതിന് ഭയങ്കര ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. ഈ വണ്ടിക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഇതുണ്ട്. ഒരു ഇൻസ്റ്റയിലൊക്കെ ഒരു പേജിലുണ്ട് ഓൾറെഡി. അങ്ങനെ അറിഞ്ഞറിഞ്ഞ് വന്നാണ് ഞങ്ങൾ. അപ്പോഴാണ് നിങ്ങൾ അറിയണത് അല്ലേ? അത് അറിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ആക്ച്വലി നമ്മളത് അതേ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ. നമ്മൾ എടുക്കുന്ന ഒരു വണ്ടി ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനത്തെ ഒരു കാര്യം. അതും ലാലേട്ടനെ പോലെ ഒരു ലെജൻഡ് ഉപയോഗിച്ചൊരു വണ്ടി. അതെ. അപ്പൊ ഇതാരും ഇപ്പൊ ഓടിക്കണത്? ഓഹോ, അപ്പൊ ഡ്രൈവർ സീറ്റിലൊക്കെ ഇരിക്കുമ്പോ ആൾക്കാര് ഇനി വൈകാതെ എന്താ പറയാ, അനിയൻ എടുക്കൂല്ലേ ലൈസൻസ്? എന്നിട്ട് ഉടനെ തന്നെ ഇത് അപ്പൊ ഇതിന് തല്ലുണ്ടാക്കോ നിങ്ങള്? അതെ, ഞങ്ങൾ തീരുമാനമാക്കിയിട്ടത്. ആഴ്ചയിൽ ഒരു ദിവസം മൂത്ത ആൾക്കും, പിന്നെ ആഴ്ചയിൽ അടുത്ത ദിവസം അടുത്ത ആൾക്കും. അങ്ങനെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആഴ്ചക്കണക്കിനാണ് ഇവിടെ വണ്ടി. അതെ. ഓക്കെ. അപ്പം ഇനി നമ്മുടെ ഹോം ടൂറിന്റെ ഏകദേശം ഒരു എൻഡിലേക്ക് വന്നിരിക്കുകയാണ്.